പിടിക്കാൻ പാടെ എനിക്കറിയും. അപ്പൊ അവന്റെ ലാഗ്. നിനക്ക് വീട്ടിലിരുന്നോടാ ഇറക്ക. എനിക്ക് നിങ്ങളെ പോലെ വീട്ടിൽ ഇരുന്ന് കള്ളച്ചോറി ഇന്നെ ഒക്കൂലല്ലോ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഇതോടുകൂടി നമ്മൾ വെള്ളമടി നിർത്തുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞത്. അതെ. നിന്റെ ഉള്ളിൽ എന്താണ് പണി? പട്ടാളത്തില് അല്ല, ഇത് തന്നെ പണി. ഇനി അടുത്ത പറഞ്ഞ ലോഡിംഗ് ആണ്. എടാ മോനെ, എടാ ഈ കാഞ്ചനപറ്റത്തെ ശുക്കൂറിന്റെ വീട് എവിടെയാണെന്ന് അറിയൂ? അവിടത്തെ കുട്ടിക്ക് ഒരു കല്യാണാലോചന. മോനെ അറിയൂ? അതെന്റെ ട്യൂഷൻ ടീച്ചറാ. ആണോ? ചേച്ചി എങ്ങനെ ഉണ്ട്? ചേച്ചി ചരക്കാണ്. അയ്യോ അതല്ല മോനെ, ചേച്ചിയുടെ സ്വഭാവം എങ്ങനെയുണ്ട്? ചേച്ചി പാവം, ആരും മേടിച്ചാലും കൊടുക്കും. അടുത്ത കവലെ ചെന്നട്ടെ കമ്പിത്തിരി ക്ലാസ്സിലാണ് വീഡിയോ വെച്ചാൽ മതി, എല്ലാരും പറഞ്ഞു തരും. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അസ്തചേച്ചിനെ പെണ്ണ് കാണാൻ വന്നു. നീ എങ്ങനെ ഇറങ്ങി? എന്റെ അടുത്താ വഴി ചോദിച്ചേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് മുടക്കിയാലോ? മുടക്കിട്ട് എന്ത് കിട്ടാനാ? അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? അതെ. പക്ഷേ അളിയന്മാരെ, ഞാൻ സത്യമായിട്ടൊരു കാര്യം പറയട്ടെ. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എങ്ങനെയാലും നിങ്ങളൊന്ന് മുടക്കി തന്നാൽ പറ്റും. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. മാമനാ ചേച്ചിക്ക് ഒരു ഉമ്മോട്, അപ്പൊ ആവുമല്ലോ. മോളെ അസ്ന, ഇവരെന്താടി ഈ പറഞ്ഞേ? ഞാൻ ആരെയും അകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കണത്? ഞാൻ ആരും കേട്ടിട്ടില്ല. അതെ, ഞങ്ങൾക്കും ഇതൊന്ന് ബോധ്യമാവണം. ഇറക്കി വിട്, ഇറക്കി വിടിക്ക, ഇറക്കി വിട്. നിങ്ങളുടെ മോളുടെ കുരിശിലം. ഇവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉള്ളിൽ കയറി പരിശോധിക്കണം. ഞാൻ കയറി നോക്കാം. എന്റെ പുറകെ കഴിഞ്ഞാൽ ഒരു കമ്മിക്കൊന്നും സമ്മതിക്കില്ല. അതെന്താടോ മോളുടെ ഡിങ്കോൾഫി നാട്ടുകാരെ അറിയുന്ന കേട്ടില്ലല്ലോ. ആരെങ്കിലും ഒരാൾ കയറി നോക്കണം. നിർത്ത്. ഓക്കെ, ഒരാള് നിർത്ത്. ഇതിനൊക്കെ ഞാനാ ബെസ്റ്റ്. കട്ടിലെടുത്ത് പിടിക്കാൻ ഞാനാ ബെസ്റ്റ്. കേരളയൊക്കെ കൊള്ളാം. തിരിച്ച് വെറും കൈയോടെ ഇറങ്ങാം. നിന്നെ ഇവിടെ കിട്ടിയാൻ കൊല്ലും. പക്ഷെ അവനെങ്ങാനും ഞാൻ അകത്തുനിന്ന് പൊക്കിയ ഇവിടെ ഞാൻ തന്നെ കേൾക്കും. എന്റെ പൊന്നിയായിട്ട് ഞാൻ അറിയാതെ അറിയാട്ടെ. എനിക്ക് പേര് അറിയത്തു പോലില്ല, സത്യമായിട്ടും. അവന് ആളെ അറിയത്തില്ല, പക്ഷെ പേരറിയാലോ. സംശയം മീരോട് ചോദിച്ചു നോക്കൂ. മീരെ പറ, മീരെ ഒന്നുമില്ലൊന്ന് പറ. മീരെ ഇയാളോട് പറ. മോളെ നീ പറ, നിങ്ങളെ എന്താ ബന്ധം? സന്ദീപേട്ടൻ എന്നെ ഇഷ്ടാ. ഇന്ന് രാവിലെ കൂടി ലഡും ജലേബിയൊക്കെ വാങ്ങി തന്നേ ഉള്ളൂ. ഞാനെന്ത് ചെയ്യാനായിട്ട് അളിയ? സത്യത്തിൽ നിനക്ക് അസ്ന തന്നെയായിരുന്നു മാച്ച്. പക്ഷേ അങ്ങോട്ട് നിങ്ങൾ നല്ല മാച്ചാട്ടോ. മാമ നാളെ ആവോ?